ഹലോ ഗായ്സ്, കുറച്ച് നാളായില്ലേ ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ റൂമിനകത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓൺ വോയിസ് വീഡിയോയുടെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ടെന്നല്ല, കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കിടയിൽ, എസ്പെഷ്യലി സ്ത്രീകൾക്കിടയിൽ സംഭവിക്കുന്ന പ്രധാന ഒരു പ്രശ്നമാണല്ലോ സൂയിസൈഡ്. അത് നോർമൽ കേസിലുള്ള സൂയിസൈഡല്ല. ഇപ്പോൾ ഒരു ഡൗറി സംബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ക്രൂരമർദ്ദനത്തിൻ്റെ പേരിലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ഡൗറി എന്താ പറയുക, അവർ ചോദിച്ച് ഡൗറി കിട്ടിയിട്ടില്ല എന്ന പേരിൽ അവരുടെ ഭർതൃപീഡനം എന്നൊക്കെ പറഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് പല പല വാർത്തകളാണ് കേൾക്കുന്നത്. എന്താ പറയുക, ഇതിന് മുന്നേ വിസ്മയുടെ ഒരു കേസ്, അതുപോലെ അതിനിടയിൽ ഒരുപാട് പേര് ഞാൻ പറയാൻ എന്താ പറയുക ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ നമ്മളുടെ വിരലിൽ എണ്ണിത്തീരാവുന്നതിലധികം പേര് ഇങ്ങനൊരു കേസിൽ സൂയിസൈഡിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് കേരളത്തിൽ മാത്രമല്ല, ദുബായിൽ 2 കേസുകൾ സംഭവിക്കുകയുണ്ടായി. ദുബായ്, അബുദാബി, എവിടെയാണെങ്കിലും. അപ്പോൾ അതിനകത്തൊക്കെ അവർ സ്ത്രീകൾ പ്രതിപാദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർതൃപീഡനം, ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദം, ഇതൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 2 റീസെൻ്റ്ലി മരിച്ച സ്ത്രീകൾ അവരുടെ ഒന്നും ഫാമിലി ജോലി ചെയ്യുന്ന സ്ഥലത്തില്ല. അവർ ഭർത്താവിൻ്റെ കൂടെ മാത്രമാണ് നിൽക്കുന്നത്. അതിലൊരാൾക്ക് ഒരു കുഞ്ഞ് മോളും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയും കൂടെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്യാനുള്ള റീസൺ ഇതേ സെയിം റീസൺ. എന്താ പറയുക, ഹസ്ബൻഡിന് പല മോശം സ്വഭാവങ്ങൾ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, ഉപദ്രവം, കൂടാതെ സ്ത്രീധനത്തെ ചുറ്റുള്ള തർക്കം, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് അവർ സൂയിസൈഡ് ചെയ്യാൻ തുനിഞ്ഞത്, അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നതെന്നൊക്കെയാണ് അവർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട്, ഇപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഇത്തരം ഒരു കണ്ടൻറ്റിൽ നമ്മളോട് പല വീഡിയോസിൽ കൂടെ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ, ഈ മരിച്ച എല്ലാ പെൺകുട്ടികളും, സൂയിസൈഡ് ചെയ്ത എല്ലാ പെൺകുട്ടികളും ഭർത്താക്കന്മാർ കൊന്നവരല്ല. സൂയിസൈഡ് ചെയ്തവർ പെൺകുട്ടികൾ എല്ലാവരും തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നല്ല പോലെ വിദ്യാഭ്യാസമുള്ള, ബോധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് നല്ല പോലെ എന്താ പറയുക, നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അവർക്കൊരു നിലയിൽ എത്താനായിട്ട് സാധിച്ചെങ്കിൽ ആ ഒരു പ്രായോഗിക ബുദ്ധി എന്തുകൊണ്ട് അവരിങ്ങനൊരു കേസിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വിവാഹാലോചനയായിട്ട് പലരും നമ്മളെ സമീപിക്കുമ്പോൾ അവരുടെ യാഥാർത്ഥത്തിലുള്ള സ്വഭാവം നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പം നമ്മൾ 100 പവനല്ല, അതിൽ കൂടുതൽ കൊടുത്താലും ചിലപ്പോൾ അവർ സാറ്റിസ്ഫൈ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് വിവാഹം കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ ഫാമിലിയെ പറ്റി പൂർണ്ണമായിട്ടുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, നമ്മൾ ലൈഫ് തുടങ്ങി നമുക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അവരുടെ കൂടെ ഒട്ടും നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഓരോ കേസുകളിൽ ദർ ഈസ് ആൻ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് തന്നെ പറയാം. അവിടെ സെക്കൻഡ് ഒപ്പീനിയൻ, പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുന്നേ ആ ആളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ബന്ധത്തിൽ നിന്നും മാറാനായിട്ട് പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നും വേണ്ട. കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഓക്കെ, ഇനി കുഞ്ഞുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ കൂടി അവർ മരണം എന്നൊരു കാരണത്തെപ്പറ്റി ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഒരു മരണം എന്നൊരു സൊല്യൂഷനെ പറ്റി അവർ ആലോചിക്കാതെ, അവർക്ക് പല സൊല്യൂഷൻസും അവിടെ ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാനും ഒരു മകളാണ്, എനിക്ക് ഒരു മോനാണുള്ളത്, ഞാനൊരമ്മയാണ്. അപ്പോൾ നാളെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ ഒരു സമൂഹത്തിൽ എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെക്കാൾ കൂടുതൽ വിഷമിക്കുന്ന ഒരാളാണ്, ആൾക്കാരുണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ പേരൻസ്, എന്താ പറയുക, ഇത്രയും വർഷങ്ങൾ നമ്മളെ നോക്കി വളർത്തി നമുക്ക് നല്ലൊരു ജോലി സമ്മാനിച്ച, നമ്മളെ വിവാഹം കഴിപ്പിച്ച് അയച്ച നമ്മുടെ പേരൻസ്, അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കോളീഗ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, എല്ലാവരെയും പറ്റി അവർ ചിന്തിക്കുന്നില്ല. അവർ മരണം എന്നൊരു എന്താ പറയുക ആ ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ സങ്കടപ്പെടാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. ഈ സ്ത്രീകൾ ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തവർ മരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് അത് നമ്മുടെ പേരൻസിൻ്റെ മരണകാലം വരെ അവർക്കിത് ഓർത്ത് സങ്കടപ്പെടാനേ
നേരം ഉണ്ടാവുള്ളൂ. മരിച്ചവർ മരിച്ചു, അവരുടെ കാര്യം കഴിഞ്ഞു. അവർ എസ്കേപ്പിസം, ഒരു തരത്തിലുള്ള എസ്കേപ്പിസമാണ്, അവർ രക്ഷപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞ് സങ്കടപ്പെടുന്ന ആരാ? അവരുടെ വീട്ടുകാർ. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ തീരുമാനം എടുക്കുന്ന ഒരു പെൺകുട്ടിയെങ്കിലും അവരുടെ വീട്ടുകാരെ പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രവണത ഉണ്ടാവില്ലായിരുന്നു. അതായത് ഇപ്പോൾ വീട്ടുകാരും അവരുടെ ഒപ്പമില്ല, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനോ ആരുമില്ല എന്നൊരു സാഹചര്യമാണെങ്കിൽ സൂയിസൈഡിന് ഒരു പരിധി വരെ ഓക്കെ, മേ ബി ദെയർ ഈസ് ആൻ ഓപ്ഷൻ. ബട്ട് നമ്മൾ ഈ സൂയിസൈഡ് ചെയ്ത മിക്ക പെൺകുട്ടികളും അവരുടെ വീട്ടുകാരോട് സത്യാവസ്ഥ തുറന്ന് പറഞ്ഞിട്ടുള്ളവരായിരിക്കില്ല. 100-ൽ ഒരു 80% എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അവരത് തുറന്ന് പറയാനുള്ള മനസ്സ് കാണിക്കാത്തവരായിരിക്കും. അവരെല്ലാം ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചും അവരുടെ സ്വന്തം ഇഷ്യൂ ദേ ക്യാൻ സോൾവ് ബൈ ദെംസെൽഫ് എന്ന് ചിന്തിച്ച് അവരത് ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ നഷ്ടപ്പെടുന്ന അവരുടെ ജീവിതവും അവരെ സ്നേഹിക്കുന്നവരുടെ സന്തോഷവും കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പെൺകുട്ടികൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ട് നേർന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നവരോട് അത് ഷെയർ ചെയ്യുക. അതുപോലെ അത് കഴിഞ്ഞിട്ടും അപ്പോൾ അവർ നിങ്ങളോട് പറയുകയാണ് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു, നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവോഴ്സ്. ഒരു ലീഗലായിട്ടുള്ള ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ സൂയിസൈഡിനെ പറ്റി എന്തിനു ചിന്തിക്കുന്നു? നമുക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ലൈഫ് ലോങ് ജീവിക്കണമെന്ന് ഏത് കോടതിയും പറഞ്ഞിട്ടില്ല. അതിനാണ് ലീഗലായിട്ടുള്ളൊരു ഓപ്ഷൻ ഡിവോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം ലൈഫിലേക്ക് മാറാം. ഇനിയിപ്പോൾ എന്താ പറയുക, ഡിവോഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഇഷ്യൂസ് ആണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ ഈ പെൺകുട്ടികൾ ഉടനെ സ്വയം മരണം എന്നൊരു എന്താ പറയുക ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് ഇനി മുന്നോട്ടുള്ള തലമുറയെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്ന് നമുക്കറിയില്ല. നമുക്ക് അറിയാം സൂയിസൈഡ് ചെയ്യുമ്പോഴുള്ള ആ പെൺകുട്ടികളുടെ മാനസികാവസ്ഥ അതുപോലെ വേദനാജനകമായിരിക്കാം. പക്ഷേ അവരത് ചെയ്യുമ്പം ആ ഒരു നിമിഷത്തെ ഇതുകൊണ്ട് അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിപ്പോയി. പക്ഷേ അവരെ ഓർത്ത് ദുഃഖിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന കുറേ ആളുകളുടെ മനസ്സ് അവർ മറന്നു പോകുന്നു. നല്ലപോലെ വിദ്യാഭ്യാസം നൽകി ഈ ഒരു ജോലിയിൽ നിങ്ങൾ എത്തിച്ചു. ഏത് ഫീൽഡ് ആയിക്കോട്ടെ, എന്ത് ഫീൽഡാണെങ്കിലും അവിടെ നമ്മൾ എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിയും വിവേകവും നമുക്കുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ മനസ്സുകൂടെ മനസ്സിലാക്കിയിരിക്കണം. ഒറ്റയടിക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാതെ കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് വിവേക ബുദ്ധിയോടെ പ്രവർത്തിച്ച് വേറൊരു ഓപ്ഷൻ അവർക്ക് ആലോചിക്കാം. ആ ഒരു എന്താ പറയുക ആ ഒരു പ്രതിസന്ധി നീങ്ങിപ്പോകാൻ പല സൊല്യൂഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഒരു പക്ഷേ ഇവരങ്ങനെ ഒന്ന് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇവരുടെ അമ്മമാർക്ക്, ഇവരുടെ പെൺമക്കളെ, ഇവരുടെ അച്ഛന്മാർക്ക്, ഇവരുടെ പെൺകുട്ടികളെ നഷ്ടപ്പെടില്ലായിരുന്നു. നമ്മുടെ സമൂഹത്തിലെ മിക്ക പെൺകുട്ടികളുടെ എടുത്തുചാട്ടമാണിത്. അത് ഈ ഒരു വിവാഹബന്ധത്തിൽ മാത്രമല്ല, മിക്ക പ്രണയബന്ധത്തിലും അനാവശ്യമായ മറ്റ് ചുറ്റിക്കളികളിലും പെട്ടിട്ട് ഒരുപാട് പെൺകുട്ടികൾ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്, ജീവൻ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ സ്നേഹിച്ച നിങ്ങൾക്കൊരു 20 വയസ്സായിക്കോട്ടെ, 15 വയസ്സായിക്കോട്ടെ, 30 വയസ്സായിക്കോട്ടെ, വയസ്സ് എത്രയായിക്കോട്ടെ, അത്രയും കൊല്ലം നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് അത്രയും കൊല്ലം നിങ്ങളെ വളർത്തിയെടുക്കാൻ അവർ പെട്ട കഷ്ടപ്പാടിനും കണ്ണീരിനും ബുദ്ധിമുട്ടിനും നിങ്ങൾ ഒരു നിമിഷത്തെ ആയുസ് കൊണ്ടാണ് എല്ലാം അവസാനിപ്പിച്ചത്. നിങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടെന്നറിയുന്ന നിമിഷം അത്രയും കൊല്ലം അവരുടെ മക്കളെ സ്നേഹിച്ച ആ അച്ഛൻ്റെ അമ്മയുടെ അവരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സ് നുറുങ്ങണ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഒരു പെൺകുട്ടി എന്ത് റീസണിൻ്റെ പേരിലാണെങ്കിലും അവർക്ക് അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത ഇഷ്യൂ അല്ലെങ്കിൽ മാക്സിമം അവരുടെ പേരൻസുമായിട്ട് സംസാരിക്കുകയും വേണ്ട എന്താ പറയുക സഹായങ്ങൾ തേടുകയും ചെയ്യാതെ ഒരിക്കലും സൂയിസൈഡ് എന്നൊരു ഓപ്ഷനെ പറ്റി ചിന്തിക്കരുത്. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്തൂടെ എനിക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാം. പക്ഷേ ഒരിക്കലും സൂയിസൈഡ് എന്നൊരു ഓപ്ഷൻ നമുക്കൊരു ഓപ്ഷനേ അല്ല. നമുക്ക് ദൈവം തന്ന ജീവൻ തിരിച്ചെടുക്കാൻ നമുക്ക് യാതൊരു എന്താ പറയുക ഉത്തരവാദിത്വവും ഇല്ല. നമ്മുടെ ജീവൻ തിരിച്ചെടുക്കാൻ നമുക്ക് ഒരു അധികാരവും ഇല്ല. ദൈവം തന്ന ജീവൻ ദൈവം തന്നെ ഒരു കാലത്ത് തിരിച്ചെടുക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ വലിയ ഉപകാരപ്പെടൂ എന്നൊന്നും വിചാരിച്ചല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഈ ഒരു സംസാരം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ചെറിയ ഒരു വീഡിയോ കണ്ടിട്ട് 1-2 പേർക്കെങ്കിലും അതൊരു പ്രചോദനമായിക്കോട്ടെ എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് നെഗറ്റീവായി കാണുന്നവർക്ക് നെഗറ്റീവായിട്ട് എടുക്കാം, പോസിറ്റീവായി കാണേണ്ടവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഏത് രീതിയിൽ നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്താലും നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധിയിലും സൂയിസൈഡ് എന്നൊരു ഓപ്ഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. ഇത്രയും എന്താ പറയുക ബുദ്ധിമുട്ടേറുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങൾ അറിയിച്ച് വ്യക്തമായ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ.
അപ്പം ഇനിയും നമുക്കിടയിൽ ഇങ്ങനത്തെ ഓരോ എന്താ പറയുക ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ, അതിനുള്ള സാഹചര്യം ആർക്കും ഈശ്വരൻ കൊടുക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും